ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ 1 to 2 year old കിഡ്സിൻ്റെ സൈസ് ചാർട്ടിൽ ഒരു ബലൂൺ ഫ്രോക്ക്, ബലൂൺ സ്ലീവ്, മൊത്തത്തിൽ ബലൂൺ ഇഫക്റ്റിലുള്ള ഒരു ഡ്രസ്സാണ് ചെയ്യുന്നത്. സോ ഇതിൻ്റെ കട്ടിങ്, സ്റ്റിച്ചിങ് എല്ലാം നമുക്കൊന്ന് നോക്കാം. ഈ ഒരു ഫ്രോക്ക് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം എല്ലാം ഡിസൈൻ ചെയ്യാൻ ഞാൻ ഓർഗാൻസ ഫാബ്രിക്കാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. അത് 1 മീറ്ററോളം ഉണ്ട്. അതിനുശേഷം നമ്മൾ കോട്ടൺ ലൈനിങ് ആണ് എടുക്കുന്നത്. അത് 1.5 മീറ്റർ ഉണ്ട്. മെയിൻ ഫാബ്രിക്കായിട്ട് ഞാനിവിടെ ചൂസ് ചെയ്തിരിക്കുന്നത് സാറ്റിനാണ്. നമ്മുടെ നോർമൽ സാറ്റിനെക്കാട്ടിലും കുറച്ചും കൂടെ കട്ടിയുള്ള ടൈപ്പാണ് കേട്ടോ. അതുമ്പോൾ റേറ്റും കുറച്ചും കൂടെ വ്യത്യാസമായിരിക്കും. അപ്പം ഈ ഒരു ഫ്രോക്കിൽ ആദ്യം നമ്മൾ സ്കേർട്ട് പാർട്ടാണ് ചെയ്യുന്നത്. അതിനുശേഷം ബാലൻസ് വരുന്ന ക്ലോത്തിലായിരിക്കും ബോഡിയും സ്ലീവും ചെയ്തെടുക്കുന്നത്. അപ്പം സ്കേർട്ട് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതിനുള്ളൊരു ഡെമോ ഞാനിതിൽ കാണിക്കാം. ഇതിപ്പോൾ നിങ്ങൾ ക്ലോത്താന്ന് ഇമാജിൻ ചെയ്യുക. നമ്മൾ ആദ്യം ഒരു വട്ടം ഫോൾഡ് ചെയ്തു. ആ ഫോൾഡ് ചെയ്ത ഭാഗത്തോട്ട് ഒന്നും കൂടി കോണോടെ ഫോൾഡ് ചെയ്തു. ഇനി താഴ്ഭാഗം കണ്ടോ, ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന താഴ്ഭാഗത്ത് നിന്ന് മുകളിലോട്ട് നമ്മൾ സ്കേർട്ടിൻ്റെ ലെങ്ത് എത്രയാണോ അത് മാർക്ക് ചെയ്യുക. ആ പോയിന്റിൽ നിന്ന് നമ്മൾ കോണോട് മടക്കിയ ഭാഗം വരെയുള്ള ടോട്ടൽ ലെങ്ത് എത്രയാണെന്ന് ടേപ്പിൽ നോക്കുക. ആ ലെങ്ത് നമ്മൾ കോർണറിൻ്റെ ആ ഭാഗത്ത് ടേപ്പ് ഫിക്സ് ചെയ്തിട്ട് ആ വാല്യൂ നമ്മൾ ഇതേപോലെ റൊട്ടേറ്റ് ചെയ്ത് മാർക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് വേസ്റ്റിൻ്റെ പോർഷൻ കറക്റ്റായിട്ട് കിട്ടും. അതിനുശേഷം വീണ്ടും നമ്മൾ ആ ക്ലോത്തിൻ്റെ താഴെ മാർക്ക് ചെയ്ത പോയിന്റ് തൊട്ട് മുകളിലത്തെ കോർണർ വരെയുള്ള പോർഷൻ്റെ ടോട്ടൽ ഡിസ്റ്റൻസ് നോക്കുക. ആ ഡിസ്റ്റൻസ് നമ്മൾ ടേപ്പിൽ കോർണർ ഭാഗത്ത് ഫിക്സ് ചെയ്തിട്ട് നമ്മൾ മുകളിൽ എങ്ങനെയാണോ ചെയ്തത് അതേപോലെ തന്നെ താഴെയും ടേപ്പ് റൊട്ടേറ്റ് ചെയ്ത് മാർക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് സ്കേർട്ടിൻ്റെ താഴ്ഭാഗവും കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഈ മാർക്ക് ചെയ്ത പോയിന്റ്സ് എല്ലാം നമ്മളത് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മുടെ സ്കേർട്ടിൻ്റെ ലെങ്ത് ആണ്. പിന്നെ ഇതൊരു ബലൂൺ സ്കേർട്ട് ആയതുകൊണ്ട് നമ്മൾ അഡീഷണൽ ഒരു 2 ഇഞ്ചും കൂടെ കൊടുക്കുന്നുണ്ട്. പിന്നെ അതിനോടൊപ്പം നമ്മൾ തയ്യൽ തുമ്പും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടോട്ടൽ ഡിസ്റ്റൻസ് ആയിരിക്കും നമ്മൾ അവിടെ വരുന്നത്. സോ അപ്പോൾ നമുക്ക് വേസ്റ്റിൻ്റെ ഭാഗം കണ്ടോ അത്യാവശ്യം നല്ല ലെങ്ത്തിൽ കിട്ടും. അപ്പം നല്ല ഫ്രിൽഡ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡിൽ ചെയ്യുന്നത് കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് ഫ്രിൽസ് ഒന്നും വേണ്ട എന്നാണെങ്കിൽ നമ്മൾ നോർമലി ചെയ്യുന്നത് പോലെ തന്നെ ചെയ്തു പോയാൽ മതി. ഇതിപ്പോൾ നമുക്ക് വേസ്റ്റിൻ്റെ ഭാഗത്ത് നല്ല ഞുറുക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലോത്ത് ഇതേപോലെ കോണോട് മടക്കിയതിന് ശേഷം താഴേന്ന് മുകളിലോട്ട് മാർക്ക് ചെയ്യുന്നത്. സോ അത് ഞാൻ നമ്മുടെ മെയിൻ ക്ലോത്തിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതേപോലെ കോണോട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഞാൻ താഴെ വരച്ചു, ഒന്ന് ലെവൽ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആ പോയിന്റിൽ നിന്ന് മുകളിലോട്ട് എൻ്റെ സ്കേർട്ടിൻ്റെ ലെങ്ത് ഞാൻ മാർക്ക് ചെയ്തു. സ്കേർട്ടിൻ്റെ ലെങ്ത് 10.5 ഇഞ്ചാണ്. അതിനോടൊപ്പം 2 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ കൊടുക്കുന്നുണ്ട്, ബലൂൺ സ്കേർട്ട് ആയതുകൊണ്ട്. പിന്നെ തയ്യൽ തുമ്പും. അപ്പം മുകളിൽ മാർക്ക് ചെയ്ത ആ പോയിന്റും നമ്മൾ കോണോടെ മാർക്ക് ചെയ്യുന്ന ഭാഗവും തമ്മിലുള്ള ഡിസ്റ്റൻസ് നോക്കുക. എന്നിട്ട് അത് ടേപ്പ് വെച്ച് മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ താഴ്ഭാഗം വരെയുള്ള ടോട്ടൽ ഡിസ്റ്റൻസ് നോക്കുക, അതും ടേപ്പ് വെച്ച് മാർക്ക് ചെയ്യുക. അങ്ങനെ നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം സ്കേർട്ടിൻ്റെ ലെങ്ത് എങ്ങനെയാണ് വന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഫ്രോക്കിൻ്റെ ടോട്ടൽ ലെങ്ത് 17 ഇഞ്ചാണ്. അതിലും ഞാൻ ബോഡി ലെങ്ത് കൊടുക്കുന്ന ഒരു 6.5 അപ്പോൾ നമ്മളത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ബാക്കി 10.5 ഇഞ്ചാണ് കിട്ടുന്നത്. പിന്നെ ബലൂൺ സ്കേർട്ട് ആയതുകൊണ്ട് അഡീഷണൽ 2 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ തയ്യൽ തുമ്പ്. ഞാൻ ഓൾറെഡി നേരത്തെ ഒരു ബലൂൺ സ്കേർട്ടിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബലൂൺ സ്കേർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഫുൾ സർക്കിൾ സ്കേർട്ടിൻ്റെയും ക്വാർട്ടർ സർക്കിൾ സ്കേർട്ടിൻ്റെയും കോമ്പിനേഷനാണ്. മെയിൻ ക്ലോത്ത് നമ്മൾ ഫുൾ സർക്കിൾ മെത്തേഡിൽ ചെയ്യും, ലൈനിങ് നമ്മൾ ക്വാർട്ടർ സർക്കിൾ മെത്തേഡിൽ ചെയ്യും. അപ്പം ലൈനിങ് ചെയ്യാനായിട്ട് നമ്മൾ ഫാബ്രിക് ഇതേപോലെ മടക്കിയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് നിങ്ങൾ നിവർത്തിയിടുക. അതിൻ്റെ കോർണർ ഭാഗത്ത് നിന്ന് നമ്മൾ റേഡിയസ് മാർക്ക് ചെയ്യുക. റേഡിയസ് കാണാനുള്ള ഇക്വേഷനാണ് 2c/π. അതിൽ c എന്ന് പറയുന്നത് നമ്മുടെ വേസ്റ്റ് റൗണ്ട് ആണ്, പൈ വാല്യൂ കോൺസ്റ്റന്റ് ആണത് 3.14. സോ ഇപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് 12.73 ആണ് കിട്ടുന്നത്. റൗണ്ട് ചെയ്ത് നമുക്ക് 12.75 എടുക്കാം. അതിനോടൊപ്പം ഞാൻ 1 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ തയ്യൽ തുമ്പാണ്. കാരണം സ്കേർട്ട് തയ്ച്ച് ഇതിൻ്റെ സൈഡ് അടിക്കാനായിട്ടുള്ള തയ്യൽ തുമ്പാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ റേഡിയസ് 13.75 ഇഞ്ച് കിട്ടി. അത് നമ്മൾ കോർണറിൽ ടേപ്പ് ഫിക്സ് ചെയ്ത് മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് വേസ്റ്റ് റൗണ്ടിൻ്റെ ഭാഗം കിട്ടും. സോ അത് നമ്മൾ മെഷർ ചെയ്തപ്പോൾ നമ്മുടെ കറക്റ്റ് വേസ്റ്റ് റൗണ്ടിൻ്റെ ഒപ്പം 2 ഇഞ്ച് എക്സ്ട്രാ തയ്യൽ തുമ്പായിട്ടും കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത് അവിടെ നിന്ന് സ്കേർട്ടിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യുക. ആ പോയിന്റും നമ്മുടെ കോർണർ ഭാഗത്തെ ടോട്ടൽ ഡിസ്റ്റൻസ് നമ്മൾ മെഷർ ചെയ്യുക. അതും ഈ പറഞ്ഞതുപോലെ തന്നെ ടേപ്പ് കോർണറിൽ ഫിക്സ് ചെയ്തിട്ട് ആ ഡിസ്റ്റൻസ് എത്രയാണോ കിട്ടിയത് അത് ഇതേപോലെ നീക്കി മാർക്ക് ചെയ്യുക. അപ്പോൾ സ്കേർട്ടിൻ്റെ താഴ്ഭാഗം കിട്ടും. അതിനുശേഷം നമ്മൾ ഈ മാർക്ക് ചെയ്ത പോയിന്റ്സ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതേപോലെ ആയിരിക്കും നമുക്ക് ക്വാർട്ടർ സർക്കിൾ കിട്ടുന്നത്. അത് ഇതേപോലെ നമ്മൾ 2ആയിട്ട് ഫോൾഡ് ചെയ്തിട്ട് സൈഡ് സ്റ്റിച്ച് ചെയ്യും. ആ സൈഡ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അഡീഷണൽ 1 ഇഞ്ച് വിടാനായിട്ട് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ബോഡിയുടെ പാറ്റേൺ ഡ്രാഫ്റ്റ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഷോൾഡർ ഇവിടെ 4.25 ഇഞ്ചാണ് എടുക്കുന്നത്.
ഇത് 1 to 2 year old കിഡ്സിൻ്റെ സൈസ് ചാർട്ടിലാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ആം ഹോൾ എടുക്കുന്നത് 4.75 ഇഞ്ചാണ്. അതിനുശേഷം നമ്മുടെ ചെസ്റ്റ് സൈസ് ആണ്, അത് ഞാനൊരു 5.25 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നല്ലോ, നമ്മൾ സ്കേർട്ട് ചെയ്യുമ്പം നമ്മുടെ ബോഡി ലെങ്ത്ത് ഒരു 6.5 ഇഞ്ചാണ് ഞാൻ കൊടുക്കുന്നതെന്ന്. സോ അത് നമ്മൾ ഓൾറെഡി ഇപ്പം മാർക്ക് ചെയ്യുകയാണ് കേട്ടോ. നമ്മുടെ ടോട്ടൽ ഫ്രോക്കിൻ്റെ ലെങ്ത്ത് 17 ആണ്. അതിൽ ബോഡി ലെങ്ത്ത് ഞാനിവിടെ 6.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. ആ കിട്ടിയ ലൈനിൽ തന്നെ ആയിരിക്കും നമ്മുടെ വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ വേസ്റ്റ് റൗണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ 4/1 നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് ഞാനൊരു 5 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. വേസ്റ്റും ചെസ്റ്റും എല്ലാം 4/1 നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നത്. ഇനി നെക്ക് വിഡ്ത്ത്, അതായത് കഴുത്തകലം ഞാനൊരു 2.25 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. കഴുത്തിറക്കം വന്നിട്ട് 2 ഇഞ്ചാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പം ഈ ഒരു ഡ്രസ്സിൽ നമുക്ക് ഷോൾഡർ ഉണ്ടാവത്തില്ല. നമ്മുടെ നെക്കിൻ്റെ ആ വിഡ്ത്ത് വരുന്ന പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റിൽ നിന്ന് നമ്മുടെ ആം ഹോളിൻ്റെ ആ ഭാഗത്തോട്ടൊന്ന് കണക്ട് ചെയ്തൊരു ലൈൻ കൊടുക്കുകയാണ്. സോ നമുക്ക് ഈ ഒരു മെത്തേഡിൽ ഷോൾഡർ ഉണ്ടാവത്തില്ല. നമ്മൾ ആ നെക്കിൻ്റെ അവിടെ നിന്ന് നമ്മുടെ സ്ലീവ് അറ്റാച്ച് ചെയ്ത് വരികയാണ്. അപ്പോൾ ഈ ഒരു പാറ്റേൺ ഞാൻ നമ്മുടെ ഫാബ്രിക്കിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഫ്രണ്ട് പാറ്റേണും ബാക്ക് പാറ്റേണും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിൽ സിപ്പ് പിടിപ്പിക്കുന്നുണ്ട്, അഡീഷണൽ 1 ഇഞ്ചും കൂടെ വിടണമെന്നേ ഉള്ളൂ. ഇനി നമുക്ക് സ്ലീവ് ഡ്രാഫ്റ്റ് ചെയ്യാം. അതിനായിട്ട് നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. പേപ്പർ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ടൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. ആ ലൈൻ വരച്ച് അവിടെ നിന്ന് നമ്മൾ സ്ലീവിൻ്റെ ലെങ്ത് എടുക്കുകയാണ്. ഞാനൊരു 6 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, ഇവിടെ നമുക്ക് ഷോൾഡർ ഉണ്ടാവില്ല. കഴുത്തിൻ്റെ അകലം വരുന്ന പോയിന്റിൽ നിന്ന് സ്ലീവ് ആഡ് ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ഞാനൊരു 6 ഇഞ്ച് ലെങ്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി നമ്മളൊരു 2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഈ 2 ഇഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി നേരത്തെ മാർക്ക് ചെയ്ത് വെച്ച നെക്ക് ഡെപ്ത് ആണ് 2 ഇഞ്ച്. അത് ഫോൾഡ് ചെയ്ത് അവിടുന്ന് താഴത്തോട്ട് നമ്മളിപ്പോൾ വരച്ച ലൈനിൽ മാർക്ക് ചെയ്യുക. ആ പോയിന്റിലോട്ട് നമ്മൾ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പാറ്റേൺ ഉണ്ടല്ലോ, ബോഡി പാറ്റേൺ, ആ ബോഡിയുടെ നെക്കിൻ്റെ എൻഡ് വരുന്ന ആ ഭാഗം കണ്ടോ, അത് ഈ ഒരു പോർഷൻ, ആ പോർഷനും നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത പോയിന്റിൽ കൊണ്ട് വെക്കുക. നമ്മൾ ഒരു 2 ഇഞ്ച് ഡെപ്ത് കൊടുത്തല്ലോ, ആ പോയിന്റിൽ വെക്കുക. എന്നിട്ട് നമ്മുടെ ആം റൗണ്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. ആ സ്ലീവ് ഒന്ന് അറ്റാച്ച് ചെയ്യുന്ന ഭാഗമാണത്. ആ ഭാഗം നമ്മളൊന്ന് വരച്ചെടുക്കുന്നുണ്ട്. ആ ഒരു പോയിന്റ് മാത്രം വരച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പിലാണ് കിട്ടുന്നത്. ഇനി നമ്മൾ ആദ്യം വരച്ചൊരു സ്ട്രെയിറ്റ് ലൈൻ ഉണ്ടല്ലോ, അവിടെ നമ്മുടെ സ്ലീവ് റൗണ്ട് ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. ഞാനതൊരു 3.5 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് കൂടുതലാണ്, എന്നാലും ഞാൻ കൊടുത്തേക്കുക. എന്നിട്ട് നമ്മൾ ഒരു പോയിന്റ്സ് ഒന്ന് കണക്ട് ചെയ്തെടുത്തിട്ട് ആ ഒരു ലൈന് ജസ്റ്റ് ഒരു ചെറിയൊരു ഷേപ്പ് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും നമുക്ക് സ്ലീവിൻ്റെ പാറ്റേൺ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഈ സ്ലീവ് നമ്മുടെ ഈ ബോഡിയുടെ സ്ലീവ് പോർഷനുമായിട്ട് ഇങ്ങനെ വരും. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ ഇതിൻ്റെ ആ ഒരു മോഡൽ എങ്ങനെയാണെന്നുള്ളത്? ഷോൾഡർ ഉണ്ടാകത്തില്ല, സ്ലീവ് തന്നെ ആയിരിക്കും ഷോൾഡറായിട്ടും വരുന്നത്. അപ്പം നമ്മുടെ ഈ ഒരു സ്ലീവ് ഞാൻ ലൈനിങ്ങിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 എണ്ണം കട്ട് ചെയ്തിട്ടുണ്ട്. മെയിൻ ക്ലോത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ സാറ്റിൻ ആണ്. അപ്പം അതിലോട്ട് ചെയ്യാനായിട്ട് ഞാൻ തുണി ഇതേപോലെ 2ആയിട്ട് ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട്. എന്നിട്ട് മുകളിൽ ഞാൻ ജസ്റ്റ് ഒന്നൊരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുന്നുണ്ട്. നമുക്ക് ആ ഒരു ലെവൽ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുന്നത് കേട്ടോ. അവിടുന്ന് നമ്മളൊരു 3 ഇഞ്ച് താഴത്തോട്ട് ഞാൻ ഇറക്കി മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്കിപ്പം 3 ഇഞ്ച് വേണ്ട, 2 ഇഞ്ച് മതിയെങ്കിൽ നിങ്ങൾക്ക് 2 ഇഞ്ച് കൊടുക്കാം. കാരണം ഇത് ബലൂൺ സ്ലീവ് ആണ്. അപ്പം നമ്മൾ സ്കേർട്ട് ചെയ്തപ്പോൾ ഒരു 2 ഇഞ്ച് എക്സ്ട്രാ കൊടുത്തില്ലേ, അതേപോലെ തന്നെ ഞാനിവിടെ 3 ഇഞ്ച് കൊടുക്കുന്നു എന്നേ ഉള്ളൂ. ഇനി നമ്മൾ ചെയ്യുന്നത് നമുക്ക് എത്രത്തോളം ഫ്രില്ല് വേണമെന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 11 ഇഞ്ച് ഫോൾഡ് ചെയ്ത ആ ഭാഗത്ത് നിന്ന് നീക്കി ഇപ്പോൾ വരച്ച ലൈനിലോട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. എത്രത്തോളം ഫ്രില്ല് വേണം അതിനനുസരിച്ച് ഈ ഡിസ്റ്റൻസ് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. എന്നിട്ട് നമ്മൾ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ലൈനിങ് സ്ലീവ് എടുക്കുക. അത് ഈ മാർക്ക് ചെയ്ത പോയിന്റിൻ്റെ അവിടെ സ്ലീവ് മടക്കിയിട്ട് വേണം ഇങ്ങനെ വെക്കാനായിട്ട്. എന്നിട്ട് നമ്മളതിൻ്റെ സ്ലീവിൻ്റെ ഔട്ട്ലൈൻസ് എല്ലാം ഞാൻ ഇതേപോലെ വരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് താഴത്തെ ആ ഒരു പോർഷൻ സ്ട്രെയിറ്റ് ലൈൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതേപോലെ ഇങ്ങനെ നീക്കി കൊടുത്ത് മാർക്ക് ചെയ്തെടുക്കുന്നത്. അപ്പം നമ്മുടെ മെയിൻ സ്ലീവും റെഡി ആയിട്ടുണ്ട്. അതൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പം നമ്മൾ അതേപോലെ 2 സ്ലീവ് ഞാനിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ.
ബലൂൺ സ്കേർട്ട് നമ്മൾ എങ്ങനെയാണോ സ്റ്റിച്ച് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ബലൂൺ സ്ലീവും സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം നമ്മുടെ ലൈനിങ്ങിൽ ട്രേസ് ചെയ്ത ക്ലോത്ത് ഇതേപോലെ വെക്കുക. അതിൽ നമ്മുടെ ലൈനിങ്ങിൻ്റെ മുകളിലത്തെ ഡിസ്റ്റൻസും താഴത്തെ ഡിസ്റ്റൻസും എത്രയാണെന്ന് നോക്കുക. ആ ഡിസ്റ്റൻസിലോട്ട് നമ്മുടെ സാറ്റിൻ്റെ മുകളിൽ നമ്മൾ അത്യാവശ്യം നല്ല ലെങ്ത്തിലാണല്ലോ, താഴെ അത്യാവശ്യം നല്ല ലെങ്ത്തിലാണ്, അവിടെ ഗ്യാദേഴ്സ് ഇട്ട് ചുരുക്കി ചുരുക്കി നമ്മുടെ ലൈനിങ്ങിൻ്റെ ആ ലെങ്ത്തിലോട്ട് അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഇതേപോലെ പിൻ ചെയ്തിട്ട് മുകൾ ഭാഗവും താഴ്ഭാഗവും ഒന്ന് ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. അതായത് നമ്മൾ സാറ്റിനിൽ ക്ലോത്ത് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല ലെങ്ത്തിലാണ് കട്ട് ചെയ്തേക്കുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗവും താഴ്ഭാഗവും ഗ്യാദേഴ്സ് ഇടുക. എന്നിട്ട് നമ്മുടെ ലൈനിങ്ങിൻ്റെ മുകൾ ഭാഗവും താഴ്ഭാഗത്തെയും ലെങ്ത് എത്രയാണോ ആ ലെങ്ത്തിലോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവരിക. എന്നിട്ട് നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോഴത്തേക്കും നമുക്ക് ഇതേപോലെ നമ്മുടെ കറക്റ്റ് സ്ലീവിൻ്റെ അളവിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഈ സ്ലീവിൻ്റെ താഴ്ഭാഗമാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. അത് ഇതേപോലെ നമ്മൾ രണ്ടും കൂടി ഒരു ഒറ്റ പോയിന്റിലാക്കിയിട്ട് ലൈനിങ് ഒരു സൈഡിലോട്ടും മെയിൻ ക്ലോത്ത് മറ്റൊരു സൈഡിലോട്ടും ആക്കി പിൻ ചെയ്യുക. എന്നിട്ട് അവിടെയും കൂടെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്യുക. ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ സ്ലീവിൻ്റെ സൈഡ് പോർഷൻ ഉണ്ടല്ലോ, ആ ഭാഗമാണ് ഇപ്പോൾ ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ അത് നമ്മളങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. സോ ഇതിന് നമ്മൾ തിരിച്ചിടുമ്പോഴത്തേക്കും സ്ലീവിൻ്റെ എല്ലാ സ്റ്റിച്ചിങ്ങും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആകെ നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഇതേപോലെ ലൈനിങ്ങും മെയിൻ ക്ലോത്തും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ വിട്ട് നിൽക്കും. ആ ഭാഗമായിരിക്കും നമ്മൾ നമ്മുടെ ബോഡിയുടെ ആം റൗണ്ടിൻ്റെ ഭാഗത്തോട്ട് അറ്റാച്ച് ചെയ്യുന്നത്. ബാക്കിയെല്ലാം നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ തന്നെ കിട്ടും. അപ്പം ഞാൻ അങ്ങനെ 2 സ്ലീവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ മെയിൻ ബോഡിയിലോട്ട് ഞാൻ എക്സ്ട്രാ ഒരു ഫാബ്രിക്കും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ഓർഗാൻസ ഫാബ്രിക് എടുക്കുന്ന കാര്യം. അത് ഇതേപോലെ നമ്മൾ തുണി 2ആയിട്ട് മടക്കിയിട്ടിട്ടാണ് ഞാൻ ഇതേപോലെ പിടിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ടോട്ടൽ വിഡ്ത്ത് എന്ന് പറയുന്ന ഒരു 5 ഇഞ്ച് ഞാൻ എടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ വേസ്റ്റിൻ്റെ അവിടെ ഒരു സ്റ്റിച്ച് കൊടുത്തു. അവിടുന്ന് ഒരു 2.5 ഇഞ്ച് മുകളിലോട്ട് മാർക്ക് ചെയ്തിട്ട് അവിടെ ഒരു സ്റ്റിച്ച് കൊടുത്തു. അതിനുശേഷം ബാക്കി വന്ന തുണി വീണ്ടും വേസ്റ്റിൻ്റെ അങ്ങോട്ടേക്ക് മടക്കി ഒരു സ്റ്റിച്ച് കൊടുത്തു. സോ ഇനി നമ്മൾ സൈഡ് അടിക്കണം. സൈഡ് അടിക്കാനായിട്ട് നമ്മൾ ഫ്രണ്ട് സീം മെത്തേഡ് ഉണ്ടല്ലോ, ആദ്യം നമ്മൾ നല്ല വശത്തൂടെ അടിക്കും, അതിനുശേഷം തിരിച്ചിട്ടിട്ട് ഉൾഭാഗത്തൂടെ ഒരു സ്റ്റിച്ച് കൂടി അടിക്കും. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് തയ്യൽ തുമ്പ് കാണത്തില്ല. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പം ഞാൻ കെട്ടും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ സൈഡെല്ലാം അടിച്ചതിന് ശേഷം ഇനി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ സ്ലീവ് ബോഡിയുമായിട്ട് അറ്റാച്ച് ചെയ്യുമെന്ന്. അപ്പോൾ നമുക്ക് ലൈനിങ്ങും നമ്മുടെ മെയിൻ ക്ലോത്തും കൂടെ വിട്ട് നിൽക്കുന്ന ഒരു ഭാഗം ഉണ്ടാവും. ആ ഭാഗവും നമ്മുടെ ബോഡിയുടെ ആ ഒരു ആം റൗണ്ട് വരുന്ന പോർഷനിലോട്ട് ഇതേപോലെ വെച്ചിട്ട് നമ്മൾ 2 സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമ്മുടെ സ്ലീവിൻ്റെ ജോയിൻറ്റ് വരുന്ന ഭാഗവും നമ്മുടെ ബോഡിയുടെ ജോയിൻറ്റ് വരുന്ന ഭാഗവും തമ്മിൽ ഒരുമിച്ച് വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ 2 സൈഡും നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ടോപ്പിൻ്റെ പരിപാടി. നമ്മൾ സ്ലീവിലോട്ടാണ് ഇത് അറ്റാച്ച് ചെയ്യുന്നത്. ഇതിന് പ്രത്യേകിച്ച് ഷോൾഡറും കാര്യങ്ങളും അങ്ങനെയൊന്നുമില്ല. ഇനി നമുക്ക് ചെയ്യാനുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കേർട്ട് പാർട്ട് ഇതിലോട്ട് അറ്റാച്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം സ്കേർട്ട് അറ്റാച്ച് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ലൈനിങ്ങിൻ്റെ വേസ്റ്റ് റൗണ്ടും നമ്മുടെ ഈ ബോഡിയുടെ വേസ്റ്റ് റൗണ്ടും ഒരുമിച്ച് വരുന്നുണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്തേക്കുക. അങ്ങനെ നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ നമുക്കിപ്പോൾ സ്കേർട്ടിലാണ് കൂടുതൽ വരുന്നതെങ്കിൽ ഇച്ചിരി ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. ഇനി നമുക്ക് സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സാറ്റിൻ ക്ലോത്ത് ഇതേപോലെ എടുത്തിട്ടുണ്ട്. നമ്മൾ ബലൂൺ സ്ലീവ് ചെയ്തില്ലേ അതേപോലെ തന്നെ നമ്മുടെ സാറ്റിൻ്റെ മുകൾ ഭാഗവും താഴ്ഭാഗവും ഇതേപോലെ ഗ്യാദേഴ്സ് ഇടുക. ഗ്യാദേഴ്സ് അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് ഇടുക. അതിനുശേഷം നമ്മുടെ ലൈനിങ്ങിൻ്റെ മുകൾ ഭാഗത്തെ ഡിസ്റ്റൻസും താഴ്ഭാഗത്തെ ഡിസ്റ്റൻസും എത്രയാണോ ആ ഡിസ്റ്റൻസിലോട്ട് നമ്മളിത് ചുരുക്കി ചുരുക്കി എടുക്കണം. നമ്മുടെ മെയിൻ ക്ലോത്ത് ചുരുക്കി ചുരുക്കി എടുക്കണം. ലൈനിങ്ങിന് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. എല്ലാം നമ്മൾ മെയിൻ ക്ലോത്തിലായിരിക്കും ഗ്യാദേഴ്സും കാര്യങ്ങളെല്ലാം ഇടുന്നത്. അതിനുശേഷം എന്താ ചെയ്യേണ്ടത്, നമ്മുടെ ഈ സാറ്റിന് പുറത്തോട്ട് നമ്മൾ ലൈനിങ് വെച്ചിട്ട് താഴ്ഭാഗം മാത്രം ഒന്ന് പിൻ ചെയ്ത് ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുക. സ്കേർട്ടിൻ്റെ താഴ്ഭാഗത്താണ് നമ്മൾ ആദ്യം സ്റ്റിച്ച് ഇടുന്നത്. അതിനുശേഷം നമ്മൾ ഈ ഒരു സ്കേർട്ട് നമ്മൾ തിരിച്ചിടും. തിരിച്ചിട്ടതിന് ശേഷമാണ് പിന്നെ നമ്മൾ സ്കേർട്ടിൻ്റെ വേസ്റ്റിൻ്റെ ഭാഗവും ലൈനിങ്ങിൻ്റെ വേസ്റ്റിൻ്റെ ഭാഗവും തമ്മിൽ ചേർത്ത് ഒരു ടോപ്പ് സ്റ്റിച്ച് ഇടും. ആദ്യം നമ്മൾ സ്കേർട്ടിൻ്റെ താഴ്ഭാഗത്തടിച്ചു, അതിനുശേഷം തുണി തിരിച്ചിട്ടിട്ട് വേസ്റ്റിൻ്റെ ആ ഭാഗത്തോട്ട് വെച്ച് പിൻ ചെയ്തിട്ട് ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കും. സോ നമ്മളിപ്പോൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്.
അപ്പോൾ നമ്മൾ ഓൾറെഡി ഈ ഒരു സ്കേർട്ട് ചെയ്യാനായിട്ട് അഡീഷണൽ ഒരു 2 ഇഞ്ച് വിട്ടില്ലേ, ആ 2 ഇഞ്ചായിരിക്കും നമ്മൾ തുണി ഇതേപോലെ തിരിച്ചിടുമ്പോൾ നമുക്ക് ഈ എക്സ്ട്രാ കിടക്കുന്നത്. അതായിരിക്കും നമ്മുടെ ഒരു 2 ഇഞ്ച് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഒരു ബലൂൺ എഫക്റ്റിൽ തന്നെ നമുക്ക് ഈ ഒരു ഡ്രസ്സ് കിടക്കും. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് നിങ്ങൾക്ക് ആ ഒരു ഡിസ്റ്റൻസ് കൂട്ടാം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇതിൻ്റെ സൈഡ് ഒന്ന് അടിക്കുക, ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ നമ്മുടെ ബോഡി പാർട്ടുമായിട്ട് ഈ ഒരു സ്കേർട്ട് പാർട്ട് അറ്റാച്ച് ചെയ്യുക. അപ്പം ഞാൻ ഇത് കൂടാണ്ട് അഡീഷണൽ ഒരു ലൈനിങ്ങും കൂടെ ഞാനൊന്ന് പ്ലേറ്റ് ഇട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. കാരണം നമ്മുടെ വേസ്റ്റിൻ്റെ അവിടെ തയ്യൽ തുമ്പ് കാണാത്ത രീതിയിൽ ചെയ്യണമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു സ്കേർട്ട് കൂടാണ്ട് തന്നെ ലൈനിങ് ഇട്ട് ഒരു സ്കേർട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ നമ്മുടെ സ്കേർട്ടും ബോഡിയും തമ്മിൽ അറ്റാച്ച് ചെയ്യും. അപ്പോൾ അതിനായിട്ട് നമ്മൾ രണ്ടിൻ്റെയും നല്ല വശവും ഇതേപോലെ ഒരുമിച്ച് വെച്ചിട്ട് നമ്മൾ ആ വേസ്റ്റിൻ്റെ ഭാഗം ഒന്ന് ചുറ്റിയടിക്കുക. നമ്മളത് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഞാൻ അഡീഷണൽ ഒരു ലൈനിങ്ങിലും കൂടെ പ്ലേറ്റ് ഇട്ട് അടിച്ച് വെച്ചിട്ടുണ്ടെന്ന്. അപ്പം ഈ ഒരു മെത്തേഡിൽ ഇപ്പോൾ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഉൾഭാഗത്ത് തയ്യൽ തുമ്പ് കാണാൻ കഴിയും. അപ്പോൾ ഇത് കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ തുണി തിരിച്ചിട്ടു. എന്നിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ ഓൾറെഡി തയ്ച്ചു വെച്ച ഒരു ലൈനിങ് സ്കേർട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ട് വേസ്റ്റിൻ്റെ ഭാഗം ഒന്ന് തയ്ച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ തുണി നിവർത്തിയിട്ട് കഴിയുമ്പോൾ ഉൾഭാഗത്ത് നമുക്ക് കുത്തി കൊള്ളത്തില്ല, വേസ്റ്റുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാണത്തില്ല, അത് ഉള്ളിലോട്ട് കയറിപ്പോ. സിബ് ഞാനിവിടെ നമ്മുടെ നോർമൽ സിബില്ലേ അത് തന്നെയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്, ഇൻവിസിബിൾ സിബ് അല്ല. അപ്പോൾ ഞാൻ ഈ ഒരു ഡ്രസ്സിന് ബാക്കിൽ ഒരു ബോയും കൂടെ കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ എപ്പോഴും ചെയ്യുന്ന മെത്തേഡിലല്ല ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട്. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ ഗൈസ്.